അപ്പം ഈ ശാരീരിക രോഗം മൂലമോ അല്ലെങ്കിൽ ചില വ്യാകുലത കാരണം നമ്മൾ ചില വിഷയങ്ങളിൽ നമ്മൾ പിന്മാറും. അത് ടെമ്പററിയാണ്. അപ്പം ആ ഒരു ഇന്ദ്രിയങ്ങൾ അത് നമ്മൾ പ്രത്യാഹാരമല്ല, നമ്മൾ സംയമനം പാലിക്കുമല്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണം ചെയ്യണം, നമ്മൾ ഭയന്ന് അയ്യോ ചെയ്താൽ ഇന്നേക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതിന് മാറും. നമ്മൾ പലതിനെയും അഭിമുഖീകരിക്കത്തില്ല, ഫേസ് ചെയ്യത്തില്ല, അതിനകത്ത് നിന്ന് വിട്ടുമാറും നമ്മൾ. അങ്ങനെ ആയിക്കൂടാ. നമ്മളെ ഓരോ കാര്യത്തിൽ ഏത് കാര്യത്തിൽ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും നമ്മൾ ഈ കർമ്മഫലം, ഈ കർമ്മം ഞാൻ ചെയ്യേണ്ടത് എൻ്റെ വാസന കൊണ്ടാണ്. ഈ കർമ്മഫലം ഉണ്ടാവും. അപ്പൊ ഈ പുതിയ കർമ്മഫലത്തിനെ ഉണ്ടാകാതിരിക്കണമെങ്കിലോ ഞാൻ ഈ വികാരത്തിന് അടിമപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യരുത്. ആണെങ്കിൽ എനിക്ക് വിവേകം വരണം. എനിക്ക് വിവേകം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അതേസമയത്ത് ഞാൻ ഈ വികാരങ്ങളെ മിനിമൈസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഡയറക്ഷൻ തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് വിവേക ബുദ്ധി അവിടെ ഉദിക്കും. അതിനനുസരിച്ച് കർമ്മം ചെയ്യാൻ പഠിക്കണം. അവിടെ അഹന്താ മമതയില്ല. ആ വിവേകത്തിൽ അഹന്താ മമതയില്ല. വികാരങ്ങളിലോ ഞാൻ എൻ്റെ എന്നുള്ളതുകൊണ്ട് എന്നെ ഇങ്ങനെ പറയാമോ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ. അപ്പം ഈ അഹന്തയാണ്, ഈ ഞാനെന്ന ഭാവമാണ് ഈ വികാരത്തിന് അടിമപ്പെട്ട് ഏത് കാര്യങ്ങൾ ചെയ്താലും. ഇപ്പൊ നമ്മൾ എല്ലാവരും പറയും, ഇപ്പൊ നമ്മളെല്ലാം നമ്മുടെ ഈഗോ, എൻ്റെ അഭിമാനത്തിനെ മുറിവേൽപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ഈ അഭിമാനം എന്നൊക്കെ പറഞ്ഞതൊക്കെ നൈമിഷികമാണ്. അതിനനുസരിച്ച് ഞാൻ കർമ്മം ചെയ്താലോ ഞാൻ കർമ്മഫലം കൂട്ടും, എനിക്ക് ദുരിതമായിട്ട് തീരും. അപ്പൊ നമ്മൾ ഈ ഈഗോയെ മുറുകെ പിടിക്കാതെ ഞാനെന്ന ഭാവത്തിന്, ഞാൻ ഈ ശരീരമാണ്, എൻ്റെ ബുദ്ധിയാണ്, ഞാൻ കഴിവുള്ളവനാണ്, എന്നോട് ഇങ്ങനെ ചെയ്യാമോ, എനിക്കിങ്ങനെ വരാൻ പറ്റത്തില്ല, എല്ലാത്തിനെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ അതിന് ഇത് മാറി നമ്മൾ വിവേകത്തിൽ കർമ്മം ചെയ്യണം. അപ്പം നമ്മൾ ഇപ്പൊ ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത് ഓരോ വിഷയങ്ങൾ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യുന്നത്, ഇന്ദ്രിയത്തിന്റെ സ്വാധീനം കൊണ്ടാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ വിഷയങ്ങളിൽ വന്ന് അതിന്റെ പ്രതികരണമാണ് നമ്മൾ കർമ്മമായിട്ട് പോകുന്നത്. ഒന്നീ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുമായിട്ടും, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള പ്രതികരണമാണ് എൻ്റെ അനുഭവങ്ങളാവുന്നത്. അത് കർമ്മത്തിലോട്ട് പോകും. ഈ കർമ്മം ഞാൻ വിവേകത്തിൽ ചെയ്യണം. അപ്പൊ ഞാൻ ഇതിനകത്ത് നിന്ന് പിൻവലിയേണ്ട ഒരു ഇതുണ്ട്. ഈ വികാരങ്ങളിൽ ഞാൻ പിൻവലിയുക, അതിനെ പറയുന്നത് പ്രത്യാഹാരം എന്നാ. ഇന്ദ്രിയങ്ങളെ അതിന്റെ വഴിക്ക് വിടാതെ അതിനെ നിലക്കി നിർത്തുന്നത്. നമ്മൾ അതിനെ സപ്രഷൻ ചെയ്യരുത്. ബലാത്കാരമായിട്ട് പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചും പൂർവാധികം ശക്തിയിൽ തിരിച്ചു വരും. അതേസമയത്ത് ഈ ഭാഗത്താണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ച് ചിന്തിക്കട്ടെ. എനിക്ക് എന്ത് സംഭവിക്കുന്നു, ഞാനൊരു ഈശ്വരന്റെ ചൈതന്യമാണ്, ഇതെന്റെ കർമ്മവാസനയാണ്. ഞാൻ ഈ കർമ്മഫലത്തിനെ കൂട്ടരുത്, ഈ കർമ്മഫലത്തിനെ കുറയ്ക്കേണ്ടതാണ് എൻ്റെ ധർമ്മം. അപ്പം ഈ കർമ്മഫലത്തിനെ കുറയ്ക്കാൻ എന്താ വഴി? ഞാൻ ഈശ്വരാർപ്പണമായിട്ട് ഞാൻ എന്ന ഭാവത്തിൽ ചെയ്യത്, ഞാൻ ഈഗോയിസ്റ്റിക്കായിട്ട് ചെയ്യരുത് ഒരു കർമ്മങ്ങളും. ഇത് ഈശ്വരനിൽ നടക്കുന്നതാണ്. ഏത് കാര്യമായിട്ട് നമ്മൾ അതിനെ റിയാക്ട് ആവരുത്. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനെ റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യണം. ഒന്നിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. നമ്മൾ ഒഴിഞ്ഞു മാറുന്നത് അതും നമ്മളൊരു ഇതിൽ നിന്നും നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ കൂട്ടാൻ കാരണം എന്തുവാ, ചെയ്യേണ്ട സമയത്ത് ചെയ്യത്തില്ല. നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്ത് മാറ്റും. ഞാൻ അഭിമുഖീകരിക്കാതെ ഏതെങ്കിലും ഒരു സമയത്ത് അത് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ പിന്നെ തൂമ്പ കൊണ്ട് എടുക്കുന്ന പോലെ ആവുന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഏത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിനെ അഭിമുഖീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കർത്തവ്യ കർമ്മങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ചിലത് ഇഷ്ടമായിരിക്കും, ചിലത് ഇഷ്ടപ്പെടാത്ത. പക്ഷെ രണ്ടും നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ള നമ്മൾ ഇഷ്ടത്തിൽ മാത്രം നിൽക്കും. ഇഷ്ടമില്ലാത്തതല്ല നമ്മൾ മാറ്റി അവോയ്ഡ് ചെയ്തുകൊണ്ട് പോകും. അതൊരിക്കലും പാടില്ല. നമുക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ഫ്രീഡം ഇല്ല. നമുക്ക് ഇതേ വരാവൂ, ഇങ്ങനെ ഈ സിറ്റുവേഷൻ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഇതെന്റെ കർമ്മഫലമാണ്. അനുകൂല സാഹചര്യങ്ങളും വരും, അതേപോലെ പ്രതികൂല സാഹചര്യങ്ങളും വരും. എനിക്ക് ഈ പ്രതികൂല സാഹചര്യങ്ങൾ വരാൻ പറ്റത്തില്ല, എന്നോട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ ഓഫീസിലൊക്കെ നമുക്കറിയാം, ഓരോ ഓഫീസ് ഓരോ പല ഓർഡറും നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് ഇഷ്ടം കാണത്തില്ല. പക്ഷെ അതിന് എങ്ങനെ ചെയ്യണം, അത് നമ്മുടെ ഫ്രീഡമാ. എങ്ങനെ ചെയ്യണം വെച്ചാൽ അതിനെ നമ്മൾ വികാരത്തിൽ വെറുപ്പോടെ ചെയ്താലോ, വെറുപ്പോട് ചെയ്ത ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, ആ ഇഷ്ടക്കേട് ചെയ്താൽ ഞാൻ വേണ്ടാത്ത പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. അതേ സമയത്ത് തന്നെ വിവേകത്തിൽ ചെയ്താൽ അത് അതുകൊണ്ട് തീരും എന്ന് പറഞ്ഞാൽ ആ കർമ്മഫലം നമുക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് കർമ്മഫലം ആർജിക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിവേകത്തിൽ ചെയ്യാൻ പഠിക്കണം. ഇതിന് എന്താ വഴി? നമ്മളെ ഈ വികാരങ്ങളെ നമ്മൾ പിൻവലിക്കണം. നമുക്ക് അധികമായിട്ടുള്ള ദുഃഖമോ സന്തോഷമോ അല്ലെങ്കിൽ അസൂയയോ അല്ലെങ്കിൽ ദേഷ്യമോ ഇങ്ങനെയുള്ള വികാരങ്ങൾ വരുമ്പോൾ അതിനെ
പിൻവലിക്കാൻ, പ്രത്യാഹാരം ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം. ആ സമയത്താണ് നമുക്ക് ഓരോ ഈ സന്ദർഭങ്ങളിലും എനിക്ക് വികാരം ഉണ്ടാവുന്നു, ദേഷ്യം ഉണ്ടാവുന്നു, വിഷമം ഉണ്ടാവുന്നു, സന്തോഷം ഉണ്ടാവുന്നു, അസൂയ ഉണ്ടാവുന്നു, ഇങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഏത് ടൈപ്പിലുള്ള ചിന്തകൾ വരുമ്പം ആ സമയത്ത് ഞാൻ ആരാണ്? ഞാൻ എൻ്റെ കർമ്മഫലത്തിനനുസരിച്ചാണ് എനിക്ക് ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വരുന്നത്. എൻ്റെ ദേഷ്യം, എൻ്റെ വിഷമം, ഇതെല്ലാം എൻ്റെ കർമ്മഫലത്തിൽ നിന്ന് വരുന്ന, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇതല്ല, ഇതെൻ്റെ മാലിന്യമാണെന്ന് നമ്മൾ ഈ ബേസിക് എന്തിനാ ഇതൊക്കെ പഠിക്കുന്നേ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇതെല്ലാം നിരന്തര ചിന്തനം വേണം. അത് ഈ സമയത്ത് നമ്മൾ ഈ പ്രത്യാഹാരത്തിനെ പരിശീലിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമ്മളിത് പരിശീലിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കട്ടെ. ഇതിപ്പോ നമ്മൾ അതിനൊരു ഉദാഹരണം പറയുക. നമുക്ക് ഒരു ഷുഗർ പേഷ്യന്റിന് ഷുഗർ കഴിച്ചുകൂടാ, മധുരമായിട്ടുള്ള പലഹാരങ്ങൾ കഴിച്ചുകൂടാ. നമ്മൾ ബലാത്കാരം മാറ്റി നിർത്തും. പക്ഷേ മനസ്സിലാ കാമന കിടക്കും, അതിന് മധുരം നല്ലതാ, കഴിച്ചേ പറ്റൂ, കഴിക്കണം കഴിക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷേ എനിക്ക് രോഗമുണ്ട്, ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അപ്പം കഴിക്കാൻ ഞാൻ പർപ്പസായിട്ട് കഴിക്കാതിരിക്കുന്നു. പക്ഷെ അതിനകത്തുള്ള രസം അപ്പം ഏതെങ്കിലും സന്ദർഭത്തിൽ വരുമ്പോൾ അത് നമ്മൾ കഴിക്കും. അപ്പം ഇതുപോലെ ആയിരിക്കത്തില്ലയോ നമ്മുടെ ഈ ഒരു ബ്രഹ്മനിഷ്ഠ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാൾക്കും തിരിച്ചു അയാൾ പഴയ പോലെ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവും. ഈ ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് അറ്റ് പീസിലായിരിക്കും, സ്വസ്ഥതയിലായിരിക്കും, ശാന്തിയിലായിരിക്കും. ആ ശാന്തി വൺസ് ഇത് നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈശ്വരനാണെന്നുള്ള ഉറപ്പ്. അപ്പം നമ്മൾ അറിവിലിരിക്കുകയാണ്, ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ അംശമാണ്, ഞാൻ ഈ ദേഹമല്ല. ഈ ഈ അറിവിൽ ഞാൻ ഉറച്ചാൽ, എൻ്റെ അനുഭവമായി കഴിഞ്ഞാൽ, അങ്ങനെ ആ അനുഭവമായി ഈ അറിവ് അനുഭവമായ അയാളെയാണ് പറയുന്നത് സ്ഥിതപ്രജ്ഞ എന്ന്. സ്ഥിതപ്രജ്ഞന് ഒരിക്കലും ആ സ്റ്റേറ്റിന് താഴെ വീഴത്തില്ല. അതേസമയത്ത് നമ്മൾ ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അതിന് പ്രശ്നമാണ്. നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്തിരിക്കുമ്പോൾ അറ്റൈൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഓരോ സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. നമ്മളിപ്പോൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ പ്രവർത്തികൾ എങ്ങനെയാ? നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ മനസ്സിന് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ മനസ്സിന്റെ ഇതനുസരിച്ച് ഞാൻ ചെയ്തു കൂട്ടുന്നു. ഇതെങ്ങനെ എനിക്ക് അപ്പം ശരിയെന്ന് തോന്നുന്നു, ഞാൻ ചെയ്തു കൂട്ടുന്നു. പിന്നെ നമ്മൾ വിഷമിക്കും, അങ്ങനെ ചെയ്യണ്ടായിരുന്നു വിഷമിക്കുന്നു. എന്തോ ചെയ്യാൻ ചെയ്തു പോയി. ആ കർമ്മത്തിന്റെ ഫലം തിരിച്ചുകൊണ്ടാവും. അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്കൊരു കാര്യം, ഒരു കള്ളം പറയുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു മറിച്ച് ഒരു കള്ളം പറയുന്നു. ആ കള്ളത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എത്ര കള്ളങ്ങൾ എവിടെല്ലാം ശ്രദ്ധിക്കണം, എന്ത് സ്ട്രെയിനാ അതെനിക്ക്. അതേസമയത്ത് ഞാൻ സത്യത്തിൽ നിന്നാലോ എനിക്ക് ഒരു സ്ട്രെയിനും ഇല്ല. അപ്പൊ ഒരു കൊള്ളത്തിനെ മറയ്ക്കാൻ നമ്മൾ പല കള്ളങ്ങൾ പറയേണ്ടി വരുന്ന പോലെ, ഒരു വികാരത്തിൽ കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന്റെ ഫലത്തിൽ ഞാൻ അതുമായിട്ട് അനുബന്ധിച്ച് പഴയ കർമ്മങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വരും. ഇതെന്റെ ദുരിതമായിട്ട് മാറും. അപ്പം ഇതെനിക്ക് അനുകൂല ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ വികാര അധർമ്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എനിക്ക് എതിരായിട്ടാണ് വരുന്നത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മളെ നാശത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു സുരക്ഷിതമായിട്ട് കൊണ്ടുപോകല്ല, അധർമ്മത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ. ഞാൻ പറഞ്ഞത് നിസ്സാര നമ്മൾ ഈ ഓരോ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഒരു ചായ ഇടുമ്പോൾ ഒരാൾ നമ്മൾ അഡ്വൈസ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് വിഷമവും ദേഷ്യവും വരും. പ്രൈസ് ചെയ്താലോ നമുക്ക് സന്തോഷം വരും. ഇതെല്ലാം നമ്മൾ അധർമ്മത്തിൽ ഇങ്ങനെ ചെയ്താൽ, ഈ ഞാൻ അഹന്ത മമതയിൽ ഇരുന്നാൽ എനിക്ക് സുഖത്തിനും ദുഃഖത്തിനും ഞാൻ കാരണക്കാരനാ. എൻ്റെ സുഖവും ദുഃഖവും ഇത് മാറി മാറി വരും. ഇതാണ് എൻ്റെ ദുരിതം. ഈ ഓവറോൾ നോക്കുമ്പോഴോ സുഖത്തിനേക്കാട്ടിൽ കൂടുതൽ ദുരിത അനുഭവം വരുന്നത്. അതെന്തുകൊണ്ടാ? നമ്മുടെ വികാരത്തിൽ, ഞാനെന്ന ഭാവത്തിൽ, അഹംഭാവത്തിൽ, ഞാൻ ശരീരമാണ്, എൻ്റെ ബുദ്ധിയാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഈ രീതി ചെയ്യുമ്പോൾ ഞാൻ ദുരിതത്തിന് ബാധ്യസ്ഥനാ. അപ്പം പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയ സംയമനം, ഈ ഇന്ദ്രിയ സംയമനത്തിൽ കൂടാണ് നമ്മുടെ എമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ആ ഇന്ദ്രിയത്തിന്റെ അടിമയായി പോയാലോ, ഇന്ദ്രിയത്തിന്റെ ഉടമയാവണം നമ്മൾ. ഇന്ദ്രിയത്തിന്റെ അടിമപ്പെട്ടു പോയാലോ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇതല്ലാതെ മാറി ചെയ്യാൻ എനിക്ക് ഇല്ലാതെ ഒക്കത്തില്ല. നമ്മൾ ഗതിയില്ലാതെ പോകും. ഗതിയില്ലാതെ വെച്ചാൽ നമുക്ക് വേറെ വഴികളില്ല. നമുക്ക് മുഴുവൻ എല്ലാം ഒരു വഴികളും ഇല്ലാത്ത ഒരു സ്റ്റേറ്റിൽ എത്തിച്ചേരും. അപ്പം നമ്മൾ അതേ സമയത്ത് ഞാൻ ഈ ഈശ്വരന്റെ ചൈതന്യമാണ്. ഇതിനെ അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒരേ വിഷയത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ അഭിമുഖീകരിക്കാം. ഒരു വികാരത്തിന്റെ രീതിയിലും അഭിമുഖീകരിക്കാം, ഒരു വിവേകത്തിന്റെ രീതി പോകുമ്പോൾ നമുക്ക് സ്വസ്ഥത വരും. വികാരത്തിന് അടിമപ്പെട്ടാലോ എനിക്ക് ഒരു സ്വസ്ഥതയില്ലാതെ പോകും. ഇപ്പം നമ്മൾക്ക് എന്തുകൊണ്ടാ ഈ പകൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ രാത്രി കിടക്കുമ്പോഴേ ഇങ്ങനെ ചെയ്യണമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, അതല്ലായിരുന്നു നല്ലത്
എന്ന് നമുക്ക് രാത്രി നമുക്ക് തന്നെ ചിന്തകൾ വരുന്നത് എന്തുകൊണ്ടാ? ആ തരം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ സ്വസ്ഥത കിട്ടിയേനി. ഇപ്പൊ ഞാൻ പ്രശ്നങ്ങളോട്ട് പോയിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട്. അപ്പൊ എന്റെ സ്വസ്ഥത ഞാൻ തന്നെയാണ് കെടുത്തുന്നത്. എന്റെ സ്വസ്ഥതയ്ക്ക് കാരണം മറ്റുള്ളവരല്ല, ഞാൻ തന്നെയാണ് ഉത്തരവാദി. എന്റെ ദുഃഖത്തിന് കാരണം നമ്മൾ സാഹചര്യങ്ങളെ കുറ്റം പറയും, നമ്മൾ അസോസിയേറ്റുള്ള വ്യക്തികളെ കുറ്റം പറയും. അവരൊന്നുമല്ല. നമ്മൾ ആ വ്യക്തികളോടോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളോടോ നമ്മൾ ചെയ്ത വിധമാണ് നമ്മളെ പ്രശ്നത്തിലാക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം തന്നെയാണ് നമുക്ക് ശത്രുവായിട്ട് വരുന്നത്. നമ്മൾ ഇതിനെയൊക്കെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഗീതെല്ലാം പഠിച്ച് കാണാതെ പറയുക എന്നുള്ളതല്ല ഉൾക്കൊള്ളൽ. ഈ പറയുന്നതിനെ ഞാൻ ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ എനിക്ക് അതിനെ പ്രാക്ടീസിലോട്ട് കൊണ്ടുവരണം. ഇത് രണ്ടും മുഖ്യമാണ്. അങ്ങാടിയിലെ കച്ചവട ചരക്കുകൾ വിറ്റ് ചെയ്ത് നോക്കുക. ഏതൊരു വസ്തുവും അതിൽ കൊതിയുള്ളവരുടെ വീട്ടിൽ മാത്രമേ എത്തുകയുള്ളൂ. ലഹരി പദാർത്ഥങ്ങൾ അവ ഉപയോഗിക്കുന്നവരുടെ വീടുകളിലെത്തുന്നു. കാർഷികോപകരണങ്ങൾ വാങ്ങുന്ന കർഷകനാണ്. കവിയോ കലാകാരനോ ഡോക്ടറോ വക്കീലോ അല്ല. അപ്പം നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് ഓരോ ഓരോ ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ അവരവരുടെ താല്പര്യം അനുസരിച്ച് അവരവരുടെ വാസനയിലുള്ള വിഷയങ്ങൾ അനുസരിച്ചാണ് ഞാൻ ഈ പ്രകൃതിയിലുള്ള വിഷയങ്ങളോടിട്ട് പോകുന്നത്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ കൂടാണ് ഞാൻ ഇത് പോകുന്നത്. അപ്പം എൻ്റെ ആ കർമ്മഫലത്തിൽ കൂടെ ഉണ്ടാവുന്ന ഭോഗേച്ഛയാണ്. എനിക്കിതെല്ലാം ഭുജിക്കണം, അനുഭവിക്കണം, നല്ലത് കിട്ടണം, ചീത്ത കിട്ടരുത്. ഇത് മാത്രം ആ ഒരു ഭോഗത്തിൽ കൂടെ പോയിക്കഴിഞ്ഞാൽ എനിക്ക് പ്രയാസമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഈ ഒരു അതിയായിട്ടുള്ള ഇതില്ലെങ്കിലോ, അങ്ങനാണ് ജിതേന്ദ്രൻ എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ ഉടമയായിട്ടുള്ളവൻ. നമ്മളെല്ലാം ഇന്ദ്രിയങ്ങളുടെ അടിമയാണ്. ആ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആകത്തുള്ളൂ, എനിക്ക് അല്ലാതെ ഒക്കത്തില്ല. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ദ്രിയത്തിന്റെ അടിമയാണ്. ഇന്ദ്രിയങ്ങളെയെല്ലാം നമ്മുടെ കമാൻഡിൽ നിർത്തിയാലോ, അപ്പം നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളെ ഉണ്ടാവത്തില്ല. ഈ പറയുന്ന ഇന്ദ്രിയത്തിന് അടിമപ്പെട്ട പോലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ദുരിതാവസ്ഥ കൂടും. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവത്തില്ല. അതാണ് ഈ ആത്മസാക്ഷാത്കാരം കൊടുത്തത്, നമ്മുടെ ശാന്തത, സ്വസ്ഥത. ഈ പണം നമ്മൾ വിചാരിക്കുന്നത് എന്താ, പണം നമുക്കിപ്പോ എല്ലാവരും എന്തിനു വേണ്ടിയാ ഈ സുഖം എന്ന് വെച്ചാൽ പണം ഉണ്ടാക്കണം, പണം വന്നാൽ എൻ്റെ സുഖം വരും, ശാന്തി വരും. അങ്ങനല്ല. ഇപ്പൊ നമ്മുടെ മനോഭാവമാണ് നമ്മുടെ സുഖത്തിനും, അല്ലാതെ പണമല്ല. എൻ്റെ മനോഭാവമാണ് എൻ്റെ ദുഃഖത്തിനും എൻ്റെ സ്വസ്ഥത കുറവിനും കാരണം, അല്ലാതെ സാഹചര്യങ്ങളോ വ്യക്തികളോ അല്ല. എൻ്റെ മനോഭാവം. അതാ പറയുന്നത്, നമ്മൾ ഈ കാര്യങ്ങൾ ഞാൻ ആരാണ്, ഈശ്വരന്റെ അംശമാണെന്നും ഞാൻ ഇതിനോടൊക്കെ എൻ്റെ കർമ്മഫലത്തിൽ കൂടെ ഞാൻ പോകുന്നത് സാക്ഷീഭാവത്തിൽ എനിക്ക് മാറി നിന്ന് കാണാം. അതിനകത്തിൽ മുങ്ങിത്താഴാതെ മാറി നിൽക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഈ അനുഭവങ്ങളിൽ ഞാൻ മുങ്ങിത്താണാലോ അത് പ്രത്യാഹാരമല്ല, സമചിത്തതയല്ല. സമചിത്ത മൈൻഡ് സുഖത്തിലും ദുഃഖത്തിലും എനിക്ക് ഒരേ മനോഭാവം. സുഖം വന്നാലും ഓക്കെ, ദുഃഖം വന്നാലും ഓക്കെ. അതല്ല എനിക്ക് സുഖമാണ് ഓക്കെ, ദുഃഖം എനിക്ക് നോട്ട് ഓക്കെ എന്നുള്ള രീതി എടുത്തു കഴിഞ്ഞാലോ സമചിത്തതയല്ല. ഇതിനെ മനസ്സിലാക്കണം. ഈ പറയുന്ന എന്തുവാണ് ഐഡിയ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഉൾക്കൊള്ളണം. ഗ്രഹിച്ചാൽ നമ്മുടെ പ്രവൃത്തികളും നമുക്ക് പതിയാതെ റിഫോർമേഷൻ നമുക്ക് മനസ്സിലാവും. നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റമുണ്ട്, എൻ്റെ ചിന്താഗതിക്ക് മാറ്റമുണ്ട്. ഈ സത്യങ്ങളെ തിരിച്ചറിയുന്നവർ വിഷയസേവ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മാത്രം സാധകൻ ജിതേന്ദ്രനാവുന്നില്ല. നമ്മൾ പർപ്പസായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും, ചില പക്ഷെ അതുകൊണ്ട് മാത്രം ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയണം. വിഷയച്ച മനസ്സിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കാൻ വളരെ വിഷമമാണ്. എന്തുകൊണ്ടാ? ഇന്ദ്രിയരാമന്മാരായി വിഷയസേവയിൽ മുഴുകി എത്രയോ ജന്മങ്ങൾ നാം പിന്നിട്ട് കഴിഞ്ഞിരിക്കേ. അത് എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ഈ വാസനകൾ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ പെട്ടെന്ന് വിചാരിക്കുന്ന സ്പീഡിൽ നമ്മൾ നാളെ തൊട്ട് പ്രാക്ടീസ് ചെയ്ത് മറ്റന്നാൾ എനിക്ക് സമചിത്തത വരിക്കാന്ന് വിചാരിക്കണ്ട. നിരന്തരം പ്രാക്ടീസ് ഇതിൽ കൂടെ പക്ഷെ ഈ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിന്റെ അനുഭവം, നമ്മളൊരു തണുപ്പ് കാലത്ത് ഒരു തീ കൊണ്ട് അതിനടുത്തോട്ട് ചെല്ലുമ്പോൾ ചൂട് കിട്ടുന്നത് പോലെ ഞാനിത് തീക്കൊണ്ടതിനടുത്തോട്ട് നമ്മൾ ദൂരെ നിന്ന് വരുമ്പോൾ ചൂട് കാണത്തില്ല, അടുത്തടുത്തടുത്ത് വരുമ്പോൾ അതിനകത്ത് നിന്നുള്ള ചൂട് കിട്ടുന്നത് പോലെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഇത് അനുഭവപ്പെട്ടു തുടങ്ങും. ഈ സ്വസ്ഥത നമ്മൾ നേരത്തെ നമ്മൾ വികാരത്തൊളിച്ചതിൽ ഭയങ്കര മുൻകോപക്കാരും ഇപ്പൊ ഇതൊക്കെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഞാൻ വികാരത്തിന് അടിമപ്പെടാൻ കാരണം എനിക്ക് ഈ പാരമാർത്ഥിക സത്യങ്ങളെ അറിയത്തില്ല, വ്യാവഹാരിക സത്യങ്ങളിലെ. അതാ പറയുന്നത്, നമുക്ക് രണ്ട് ധർമ്മമുണ്ട്. ഒന്ന് ശരീരത്തിന്റെ ധർമ്മവും, രണ്ട് മനസ്സിന്റെ ധർമ്മവും.
നമ്മൾ ഈ ശരീരത്തിന്റെ ധർമ്മത്തിനെ കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിന്റെ ധർമ്മം എന്ന് വെച്ചാൽ ഈ ശരീരം എന്തിനു വന്നതാ? എന്റെ കർമ്മഫലം അനുഭവിക്കാൻ വന്നതാ. അപ്പൊ ഈ ശരീരത്തിന്റെ ധർമ്മം, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ആ ധർമ്മത്തിൽ കൂടെ പോയാൽ എനിക്ക് ദുരിതമാണ് ഫലം. അതേസമയത്ത് ഞാൻ മനസ്സോ, എനിക്കൊരു മനസ്സുണ്ട്. ഈ മനസ്സാണ് ശരീരത്തിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് മനസ്സാണ്. എന്തുകൊണ്ടാ? ഈ ശരീരം ഇരിക്കുന്നത് തന്നെ മനസ്സിലാ. കാണാൻ പറ്റാത്ത മനസ്സിലാണ് ഈ ശരീരം ഇരിക്കുന്നത്. ഈ മനസ്സാണ് ഈ ശരീരത്തിന് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മനസ്സിനെ ബോധന ചെയ്യുന്നേ ഇല്ല, കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഈ മനസ്സിന് എന്ത് സംഭവിക്കുന്നു, ഈ മനസ്സ് എന്താ ഈ അവസ്ഥയിൽ വരാൻ കാരണം എന്താന്നുള്ള മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ശരീരത്തിന് എന്തൊരു അസുഖം വരാൻ എന്താ കാരണം? ശരീരം കൊണ്ട് ശരീരത്തിന് ഇതൊക്കെ വേണം, ശരീരത്തിന് ഇങ്ങനെ വേണം. ആ ശരീരത്തിന്റെ ലെവൽ മാത്രം നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടെങ്കിലും ചിന്തിക്കുന്നേ? നമ്മുടെ വാസന കാരണമാണ്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും നമ്മൾ ഈ മനസ്സിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോ എങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ നമ്മളോട്ട് നോക്കുന്നത് എങ്ങനെയാ? മറ്റുള്ളവരുടെ കണ്ണിൽ കൂടാ. മറ്റുള്ളവരെന്തോ വിചാരിക്കും, മറ്റുള്ളവരെന്തോ ധരിക്കും എന്നെ കുറിച്ച്. നമ്മളെല്ലാവരും നമ്മളെ കാണുന്നത് നമ്മുടെ കണ്ണിൽ കൂടെ അല്ല, നമ്മൾ ഉള്ളിലോട്ട് നോക്കുമല്ല, മറ്റുള്ളവരുടെ കണ്ണിൽ കൂടാണ് നമ്മളെ നോക്കുന്നത്. ഇതാണ് നമ്മുടെ തെറ്റ്. നമ്മൾ സ്വയം അനലൈസ് ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരെയാണ് അസസ് ചെയ്യുന്നത്, നമ്മളെ അസസ് ചെയ്യത്തില്ല. എല്ലാം മറ്റുള്ളവരെ, അവർ നല്ലവരാ, ഇവർ ചീത്തയാ. ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മൾ സ്വയം അനലൈസ് ചെയ്യാറില്ല. നമ്മൾ മറ്റുള്ളവരെ അനലൈസ് ചെയ്യുന്നു, അവരുടെ കണ്ണിൽ കൂടെ നമ്മളോട്ട് നോക്കുന്നു. അവരെന്തോ വിചാരിക്കും, അവരെങ്ങനെ വിചാരിക്കും, എന്നെക്കുറിച്ച് എന്ത് പറയും? ഇതാണ്. അല്ല, നമ്മളെക്കുറിച്ച് ഞാൻ എന്ത് പറയും, എന്നെക്കുറിച്ച് എൻ്റെ ധാരണ എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അപ്പം അതാ ഇന്ദ്രിയരാമന്മാരായി വിഷയസേവയിൽ മുഴുകി എത്രയോ ജന്മങ്ങൾ നാം പിന്നിട്ടു കഴിഞ്ഞിരിക്കെ എത്രമാത്രം വിഷയവാസം നമ്മൾ തങ്ങിക്കിടക്കുന്നുണ്ടാവണം. അവ സാധകനെ വീണ്ടും വിഷയലോപനാക്കില്ലേ? അപ്പം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ഇതിൻ്റെ ഒന്നും അടിമയാവാത്ത നമുക്ക് പിന്നെ പെർമനന്റ് ആയിട്ട് ആ ഒരു സ്വസ്ഥത കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം നമുക്ക് പ്രാരബ്ധം നിൽക്കുന്നിടത്തോളം ഈ ശരീരം പോയിക്കൊണ്ടിരിക്കും. അത്രയും കാലം നമുക്ക് സ്വസ്ഥമായി നമ്മൾ ഈ മനസ്സ് ഈശ്വരനിലും ഈ ശരീരം ഈ പ്രപഞ്ചത്തിലും വ്യവഹരിച്ചുകൊണ്ടിരിക്കും. ഇതൊരു പരമാവധി സത്യം. ഈ പരമാത്മ ജ്ഞാനത്തിനെ ഉൾക്കൊണ്ടാൽ എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്നല്ല അറിവിന്റെ തലത്തില. പരമാത്മാവിനെ കുറിച്ചും ഞാൻ ഈശ്വരനെ കുറിച്ചൊക്കെ പറയുന്ന അറിവിന്റെ തലത്തില. ഞാൻ ഈശ്വരന്റെ അംശമാണെന്ന് പറയുന്ന അറിവിന്റെ തലത്തില. ഇതെന്റെ അനുഭവമായി കഴിഞ്ഞാൽ നമ്മൾ പെർമനന്റ് ആയിട്ട് സ്വസ്ഥമായിരിക്കും. നമ്മൾ പിന്നെ ഈശ്വരനിലാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം സാക്ഷീഭാവത്തിൽ കണ്ടുകൊണ്ടിരിക്കും. ഇതൊരു പരമാർത്ഥമാണ്. അതാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ജിതേന്ദ്രനായിരിക്കും ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് വഴി താഴെ വീഴത്തില്ല. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ അതിന്റെ അടുത്തൊരു പാരഗ്രാഫ് പറയുന്നുണ്ട്, അവ സാധനെ വീണ്ടും വിശ്വലോകമാക്കില്ല. ഇല്ല, പേടിക്കണ്ട. പരമാത്മ ദർശനം ലഭിക്കുന്നതോടെ അവയെല്ലാം വിട്ടൊഴിയും, അഥവാ വറുത്ത് വിത്ത പോലെ നിർവീര്യമായി തീരും എന്ന് കൃഷ്ണൻ സാധകരെ ആശ്വസിപ്പിക്കുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അടുത്ത് അവസ്ഥാത്രയത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിയാൽ തന്നെ ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അവസ്ഥാത്രയം വെച്ചാൽ 3 അവസ്ഥകളുണ്ട് നമുക്ക്. അവസ്ഥത്രയം 3. അവസ്ഥാത്രയം വെച്ചാൽ എന്താണ്? നമ്മൾ ഈ 3 അവസ്ഥകൾ ഏതാണ്? നമ്മളിപ്പോൾ ഇരിക്കുന്ന ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി. എന്നുവെച്ചാല് നമ്മൾ ജാഗ്രതയിൽ നിന്ന് ഉറക്കത്തിലോട്ട് പോകുന്നു. നമ്മൾ ഈ ജാഗ്രതയിൽ നിന്ന് ഉറക്കത്തിലോട്ട് പോകുമ്പോൾ ആദ്യം ഒരു മയക്കമാണ്, ഗാഠനിദ്ര വരത്തില്ല. നമ്മൾ ജാഗ്രതാവസ്ഥയുണ്ട്. അപ്പൊ ഇത് 3 അവസ്ഥകളാവും നമ്മൾ എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജാഗ്രത ആയിട്ടിരിക്കുന്നു, നമ്മൾ പിന്നെ ഭയങ്കര ജാഗ്രതാവസ്ഥയിലുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ക്ഷീണിക്കും. എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ തുടങ്ങും. ഉറങ്ങുമ്പോഴോ ആദ്യം നമ്മൾ മയങ്ങുവാണ്. മയക്കത്തിൽ കൂടാണ് പിന്നെ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്നത്, ഗാഠനിദ്ര. അപ്പൊ ഈ മയക്കത്തിലാണ് നമ്മൾ സ്വപ്നങ്ങളെല്ലാം കാണുന്നത്. അപ്പൊ നമുക്ക് 3 അവസ്ഥകളുണ്ട് മനുഷ്യന്റെ: ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഗാഠനിദ്രയെ പറയുന്നത് സുഷുപ്തി എന്നാ. അപ്പൊ ജാഗ്രതാവസ്ഥയിലാണ് നമ്മൾ ജാഗ്രതമായിട്ട് ഉണർന്നിരിക്കുന്നു, അവിടെയാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. സ്വപ്നാവസ്ഥയിലോ എനിക്ക് ജാഗ്രതാവസ്ഥയിൽ നിറയെ അനുഭവങ്ങളുണ്ട്, എനിക്ക് നല്ലതും ചീത്തയായിട്ട് അനുഭവങ്ങളെ ഞാൻ അനുഭവിക്കുന്നു. ഇതേപോലെയാണ് സ്വപ്നത്തിലും. ഈ സ്വപ്നത്തിലും ഞാൻ എല്ലാ ഈ ജാഗ്രതയിൽ ഉള്ളതുപോലെ എല്ലാ അനുഭവങ്ങളും എനിക്ക് സ്വപ്നത്തിലും ഉണ്ട്. പക്ഷെ ഞാൻ ഈ ശരീരം, ഈ ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടല്ല. എനിക്ക് ഈ ജാഗ്രത ഇരിക്കുന്നവരുടെ എല്ലാ സുഖം, ദുഃഖം, എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും ഞാൻ സ്വപ്നത്തിലും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും വല്ല കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഒരു അവസ്ഥയിൽ ഞാൻ വേറെ അവസ്ഥയിലോട്ട് മാറുമ്പോൾ ഈ
നേരത്തെയുള്ള അവസ്ഥയുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല. ആ സ്വപ്നത്തിൽ നിന്ന്, സ്വപ്നാവസ്ഥയിൽ നിന്ന് പിന്നെ എങ്ങോട്ടാ പോകുന്നേ? ഗാഠനിദ്ര. പിന്നെ അത് ഗാഠനിദ്രയിലോട്ട് പോകും, സുഷുപ്തിയിലോട്ട് പോകും. ആ സുഷുപ്തിയിലോ ഞാൻ ഒന്നും അറിയുന്നില്ല, ഒരു സ്വപ്നവും കാണുന്നില്ല. ഈ രണ്ട് അവസ്ഥകളും സുഷുപ്തിയിലില്ല. ഇതാണ് നമ്മൾ നോർമലായിട്ടുള്ള 3 അവസ്ഥകൾ. പക്ഷെ ഇനി ഒരവസ്ഥ കൂടെ ഉണ്ട്, അത് തുരീയം എന്ന് പറയും. തുരിയാവസ്ഥ എന്നുവെച്ചാല് നമ്മൾ ഈ പറയുന്ന പോലെ, ശാസ്ത്രങ്ങളിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മനസ്സിനെ സമചിത്തതയിൽ കൊണ്ടുവന്ന് ആ സമചിത്തമായ മനസ്സിനെ എനിക്ക് പരമാത്മനിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ധ്യാനത്തിൽ കൂടെ. അങ്ങനെ വൺസ് അതിനെ പറയാൻ തുരിയാവസ്ഥ എന്ന. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായി തുര്യത്തിലോട്ട് പോകാം. തുരിയാവസ്ഥ അതൊരു അവസ്ഥയല്ലത്. ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ 3 അവസ്ഥയേ ഉള്ളൂ. കാരണം മറ്റേതൊരു അനുഭവമാണ്. ഈ ഇതിലോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലുള്ള അതുപോലല്ല, പെർമനന്റ് ആയിട്ടുള്ളൊരു സ്വസ്ഥതയാണ്. സുഷുപ്തിയോ, ആ സുഷുപ്തിയുടെ നേരം മാത്രം നമുക്ക് സ്വസ്ഥതയുണ്ട്. നമ്മൾ ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ പല ഇതിലും ഇന്ററാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ദുരിതാവസ്ഥയാണ്. ജാഗ്രതയിലിരിക്കുമ്പോൾ ഞാൻ ദുരിതമാണ്. ദുരിതം വെച്ചാൽ എന്തുകൊണ്ട് ദുരിതം വെച്ചാൽ ചിന്തകളാണ്. എനിക്ക് ജാഗ്രത ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ചുമ്മാതിരിക്കുവോ, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് അടുത്ത അവസ്ഥയിലോട്ട് പോകുന്നു, സ്വപ്നാവസ്ഥ. അതിലും എൻ്റെ ചിന്തകളാണ്. ഞാൻ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എവിടെന്നെങ്കിലും പോകുന്നു. എനിക്ക് പല അനുഭവങ്ങളും, എനിക്ക് ആ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തകളിൽ കൂടെയാണ് അനുഭവം വരുന്നത്. ചിന്തയില്ലെങ്കിലോ എനിക്ക് അനുഭവം ഇല്ല. എന്നിട്ട് അതൊരവസ്ഥ, സ്വപ്നാവസ്ഥ. ഈ അവസ്ഥയും വിട്ടിട്ട് ഞാൻ സുഷുപ്തിയിലോട്ട് പോകും. സുഷുപ്തിയിലോട്ട് എനിക്ക് ഒരു ചിന്തകളും ഇല്ല. അപ്പം ആ സുഷുപ്തിയിലാണ് ഏറ്റവും സുഖം നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ പറയത്തില്ല, എവിടെയെങ്കിലുമൊക്കെ പലതൊക്കെ ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ കിടന്നുറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. നമ്മൾ എല്ലാവരും എന്ത് പറയുന്നത്? രാവിലെ സുഖമായിട്ട് ഉറങ്ങി, ഇന്നലെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി, സുഖമായിട്ട് ഉറങ്ങി. ഈ ഉറക്കത്തിൽ നമ്മൾ ആ സുഖം അറിയുന്നുണ്ടോ? നമ്മൾ ആ ഉറക്കത്തിൽ സുഖം അറിയുന്നില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ സുഖമായി ഉറങ്ങി? നമ്മൾ ദുരിതത്തിലാണെന്ന് ഉറങ്ങിയേ, സന്തോഷത്തിലാണെന്ന് ഉറങ്ങിയേ, എന്താ ഈ സുഖത്തിൽ ഉറങ്ങിയെന്ന് നമ്മൾ എന്തുകൊണ്ടാ പറയാൻ കാരണം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോ ഞാൻ സുഖമായി ജാഗ്രതാവസ്ഥയിലിരുന്നു, അല്ലെ ഞാൻ സുഖമായി സ്വപ്നം കണ്ടു എന്ന് പറയൂ. എന്തുകൊണ്ടാ സുഷുപ്തിയിൽ മാത്രം ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയാൻ കാരണം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊന്നും അറിയുന്നില്ല ആ സമയത്ത്, അറിയുന്നില്ല. അതുകൊണ്ട് സുഖമുണ്ടോ? എന്താ പറഞ്ഞ ശിവ? എന്താ പറഞ്ഞേ? ചിന്തകളില്ലാത്തത് കൊണ്ട്. ചിന്തകളില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു സുഖം എന്നുള്ള എങ്ങനെയാ വരുന്നേ? നമ്മൾ ഒരു ആഗ്രഹം സാധിക്കുമ്പോൾ മിനിമം ചിന്തകൾ വരുമ്പോൾ എനിക്കൊരു സുഖം അനുഭവപ്പെടുന്നു. നമ്മൾ വിചാരിക്കുന്നത് എനിക്കൊരു വീടുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കണം. അപ്പൊ ഞാൻ അതിനുവേണ്ടി എഫർട്ട് എടുക്കുമ്പോഴെല്ലാം എൻ്റെ ചിന്തകൾ കൂടുക. എനിക്ക് ദുരിതാവസ്ഥയാണ്. ആ ആഗ്രഹം സാധിക്കുമ്പോഴോ, കാറ് വാങ്ങിച്ചു, അല്ലെങ്കിൽ വീട് വെച്ചു, അല്ലെങ്കിൽ മകന്റെ കല്യാണമോ മകളുടെ കല്യാണം നടത്തി, അന്ന് എല്ലാം കഴിഞ്ഞൊരു സ്വസ്ഥതയാണ്. അന്ന് അത് ഫുൾഫിൽ ചെയ്യുന്ന സമയം എനിക്ക് മിനിമം ചിന്തകളേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് സുഖം അനുഭവപ്പെടും. ചിന്തകൾ മിനിമത്തിലാവുമ്പോഴാണ് എനിക്ക് സുഖം വരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഈ ആഗ്രഹ സാഫല്യം കൊണ്ട്, ആഗ്രഹ നിവൃത്തി കൊണ്ടാണ് നമുക്ക് സുഖം വന്നതെന്ന്. അതുകൊണ്ടല്ല. ആ സമയത്ത് നമ്മുടെ ചിന്തകൾ മിനിമത്തിലാവുന്നു. അപ്പൊ നമുക്ക് ഈ സുഖം അനുഭവിക്കാൻ ആഗ്രഹത്തിന്റെ പുറകെ പരക്കം പായേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്താൽ, എൻ്റെ ചിന്തകളെ മിനിമൈസ് ചെയ്ത് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, പ്രാക്ടീസ് കൂടെ ഞാൻ പരമമായ സുഖം എപ്പോഴും അനുഭവിക്കാൻ പറ്റും. അപ്പൊ അതാ പറഞ്ഞ, ഈ പ്രാക്ടീസ് ചെയ്ത് ഫിക്സ് ആയിക്കോ ഒരാള് ഒരു ആഗ്രഹത്തിന്റെ പുറകിലും ഓടത്തില്ല. ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാള് ഈ ലൗകിക സുഖത്തിന്റെ പുറകെ പരക്കം പായത്തില്ല. കാരണം എന്താ? അതിനേക്കാട്ടിൽ പരമമായ സുഖം അനുഭവിക്കുവാണ് അയാൾ. പിന്നെന്തിനാ ചെറിയ ചെറിയ സുഖത്തിന് വേണ്ടി അലയുന്നേ? എനിക്കൊരു പെർമനന്റ് ആയിട്ടൊരു സുഖം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ വിട്ടു പോവോ? അപ്പം ഇതാണ് ഈ സുഷുപ്തിയില് എനിക്ക് ചിന്തകളേ ഇല്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ സുഖം വരുന്നതെന്നുള്ളത്? ഈ സുഖം വരുന്നത് മിനിമം ചിന്തകളാണ്. പക്ഷേ ആ മിനിമം ചിന്തയിൽ എങ്ങനെ ഒരു സുഖം എന്നുള്ളത് നമുക്ക് വരുന്നു? അതാണ് ഞാൻ പരമാത്മ ഇപ്പം നമ്മളെ നിലനിർത്തുന്ന ഒരു ചൈതന്യമാണെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു ഈശ്വരനായിരിക്കുന്നത്. ഈ ഈശ്വരനിരിക്കുന്നത് 3 ഘടകമാണ്. ഏത്? സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരമാണ്. ഈ സ്ഥൂല ശരീരത്തിലാണ്
ജാഗ്രതാവസ്ഥ. സ്ഥൂലവും സൂക്ഷ്മവും ഉണർന്നിരിക്കും, മനസ്സും ശരീരവും. സ്വപ്നാവസ്ഥയിലോ സ്ഥൂലം അവിടെ ഉറങ്ങിക്കിടക്കും, സ്ഥൂലം നിശ്ചലമാവും, സ്ഥൂല ശരീരം നിശ്ചലമാവും, സൂക്ഷ്മ ശരീരം മാത്രം വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നത്തിലെ നമ്മൾ എവിടെയൊക്കെയോ പോകുന്നു, അങ്ങനെ ചെയ്യുന്നു, കാർ പിടിച്ച് അവിടെ പോകുന്നു, അല്ലെങ്കിൽ ബസ് പിടിച്ച് പോകുന്നു, ചില യാത്രകൾ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ഈ ശരീരമല്ല, പക്ഷെ നമ്മൾ ഏതോ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മ ശരീരം മാത്രം സ്വപ്നത്തിൽ വർക്ക് ചെയ്യും. സുഷുപ്തിയിലോ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അടങ്ങും, രണ്ടും അടങ്ങി. അപ്പോ പിന്നെ ഉള്ളത് ഏത് ശരീരമാണ്? എൻ്റെ വാസന മാത്രം, എൻ്റെ കർമ്മഫലം മാത്രം. ഈ കർമ്മഫലം എതിനോട് ചേർന്നിരിക്കുന്നു? ഈശ്വരനോട്. ഈശ്വരൻ ആണ് ആ കാരണ ശരീരത്തിലാണ് പ്രതിഫലിക്കുന്നത്. അപ്പം ഈ കാരണ ശരീരവും ഈ ചൈതന്യവും മാത്രം ഇരിക്കുന്നു സുഷുപ്തിയിൽ. ആ ഈശ്വരനോട് ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ സുഖമാണത്. നമ്മൾ വിചാരിക്കുന്നു ഉറങ്ങുന്നതിൻ്റെ ഒരു സുഖം. ഞാൻ ഈ സുഖം എന്ന് പറയുന്നത് ഈ പരമാത്മ, ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും ഏതൊക്കെ സുഖമായിട്ട് പലതരത്തിൽ വരും, പല കാരണങ്ങളുണ്ട്. എല്ലാം അൾട്ടിമേറ്റ്ലി ഇത് ഈശ്വര ചൈതന്യത്തിന്റെ സുഖമാണ്. ഈ സുഖത്തിന്റെ ആധാരം ഈ ചൈതന്യമാണ്. അത് നമ്മൾ അതാ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത്. നമ്മൾ ജാഗ്രതാവസ്ഥയില്, സ്വപ്നാവസ്ഥയില്, സുഷുപ്തിയിൽ എനിക്ക് സ്ഥൂലവും ഇല്ല സൂക്ഷ്മവും ഇല്ല. ഈ രണ്ട് ശരീരങ്ങളും അത് റെസ്റ്റ് എടുക്കുക, അത് ഡോർമെന്റ് ആയിട്ടിരിക്കുക. എൻ്റെ കാരണ ശരീരം മാത്രം ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? ഈ ചൈതന്യത്തിലിരിക്കുക. അതുകൊണ്ട് എനിക്ക് സുഖം. ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണർന്ന് അതാണ് പിന്നെ വിക്ഷേപങ്ങൾ. പിന്നെ ആ വിക്ഷേപം ആരംഭിക്കുക, പ്രൊജക്ഷൻ ആരംഭിക്കുക. എൻ്റെ സ്വസ്ഥത പോയി. അപ്പം ഈ സുഷുപ്തിയിൽ നമ്മൾ പരമാത്മ ചൈതന്യത്തിൽ ഇരിക്കുവാണെന്ന് എനിക്ക് അറിവുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആ ഇരിക്കുന്നത് വാസനയില്ല. ഞാൻ പരമാത്മ ചൈതന്യനോട് ചേർന്ന് എൻ്റെ കാരണ ശരീരവും ചേർന്നിരിക്കുവാണെന്നുള്ള അറിവില്ല, അജ്ഞാനത്തിലാണ് ഞാൻ. അപ്പൊ ഈ അജ്ഞാനത്തിലാണ് ഞാൻ ഈ ഈശ്വര ചൈതന്യനോട് ചേർന്നിരിക്കുന്നത്. വാസന മാത്രമേ ഉണ്ട്. എൻ്റെ സൂക്ഷ്മ ശരീരവും ഇല്ല, സൂക്ഷ്മ ശരീരവും ഇല്ല, സ്ഥൂല ശരീരവും ഇല്ല, രണ്ടും ഉറങ്ങിക്കിടക്കുക, ഡോർമൻ സ്റ്റേജിലാണ്. എൻ്റെ കാരണ ശരീരം മാത്രം ഈ ചൈതന്യത്തിലിരിക്കുന്നു. അപ്പൊ എനിക്ക് മാക്സിമം സുഖം കിട്ടുന്നു. കാരണം ഞാൻ അതിലോട്ട് ലയിച്ചാലോ അത് പെർമനന്റാ. പക്ഷെ ആ സുഷുപ്തിയിൽ ഞാൻ ലയിക്കുന്നില്ല, എൻ്റെ വാസന അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അടുത്തൊരവസ്ഥയുണ്ട്, തുരീയാവസ്ഥ. തുരിയം മീൻസ് ഇത് സുഷുപ്തി കൂടെ തുര്യത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ജാഗ്രത അവസ്ഥയിൽ നിന്ന് മാത്രമേ നമുക്ക് തുര്യത്തിലോട്ട് പോകാൻ പറ്റൂ. ഈ ജാഗ്രതമായിട്ടിരിക്കുന്നതിന് എനിക്ക് ഈ മനസ്സിനെ പ്രാക്ടീസ് ചെയ്ത് ആ ചിന്തകളെ എനിക്ക് മെഡിറ്റേഷൻ കൂടെ ഒക്കെ നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി ഈ സമചിത്തമായ മനസ്സിനെയും പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നാൽ ആ സമചിത്തമായ മനസ്സിനെ എനിക്ക് ധ്യാനത്തിൽ കൂടെ ഈ ഈശ്വരൻ ലയിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മൾ ധ്യാനത്തിന് ശരിക്കും. ധ്യാനം ഒരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഞാൻ ധ്യാനിക്കായിരുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒരു ജസ്റ്ററാണ് കാണിക്കുന്നത്, ഒരു പ്രകടനമാണ്. അതൊരു ശരിക്കും ധ്യാനമാകുന്നില്ല. സമചിത്തമായ മനസ്സിനെ മാത്രമേ ധ്യാനത്തിൽ കൂടെ ഈ പരമാത്മ ചെയ്ത് ലയിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇതിനെ നമ്മൾ വ്യക്തമായിട്ട് ഉൾക്കൊള്ളണം. അപ്പോൾ ഈ ഉണ്ടല്ലോ ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞു. ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മാറി മാറി അനുഭവിച്ച് വട്ടം ചുറ്റിക്കൊണ്ട് ഇരിക്കുന്ന ജീവൻ ഒരുപാട് മലിനവാസനകൾക്ക് ഉടമയാണെന്നത് ശരി തന്നെ. എന്നാൽ അവസ്ഥാത്രയം കടന്ന് തുരീയത്തിലേക്ക്, ഈശ്വരാനുഭൂതിയിലേക്ക് ഉണരുമ്പോൾ വാസനകളൊക്കെയും വിട്ടൊഴി. അതാ നമ്മൾ ഈ തുര്യാവസ്ഥയിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ആ മനസ്സ് സമചിത്തമാണ്. അവിടെ പിന്നെ വാസനകളില്ല, ഇഷ്ടാനിഷ്ടങ്ങളില്ല, രണ്ടും ബാലൻസ്ഡ് ആയിപ്പോയി. നെറ്റ് എഫക്റ്റ് സീറോയാ. അപ്പൊ ഈ സമചിത്തമായ മനസ്സിനെ ധ്യാനത്തിൽ കൂടെ തുര്യാവസ്ഥയിലോട്ട് ആ ഈശ്വരനിൽ ലയിപ്പിച്ചാൽ അവിടെ പിന്നെ ഈ സ്വസ്ഥത, ശാന്തത അത് പിന്നെ അത് ഡീവിയേറ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഭൗതികമായിട്ടുള്ളത് ഇതിലും നമുക്ക് കിട്ടും, പക്ഷെ അത് നൈമിഷികമായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് ഉൾക്കൊള്ളണം. ഇതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ചെറിയ ചെറിയ കർമ്മങ്ങൾ കൂടെ നമ്മൾ ചെയ്യുന്ന രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്ന വരെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലേക്ക് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. ആ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ചെയ്യുന്നത് ഈശ്വര ചൈതന്യത്തിലാണ്, എൻ്റെ മിടുക്കൊണ്ടല്ലെന്നുള്ളത് ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ച് പതുക്കെ പ്രാക്ടീസ് തുടങ്ങിയാൽ നമുക്കിത് അനുഭവപ്പെടും. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? വേറെന്തെങ്കിലും ഇതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ?
ശരി, നമുക്ക് നാളെ കാണാം. ഇനി 2 മിനിറ്റേ ഉള്ളൂ. നാളെ കാണാം.